അഖ്ബർന അബുൽ മആലി അൽ മുബാറക് ബിൻ അലി എന്ന് തുടങ്ങിയിട്ട് എവിടെത്തുന്ന വിഷയം അൻ അംഹി ഉസ്മാൻ ബിൻ ഹുനൈഫ് അബി ഉമാമ എന്നവർ തന്റെ അളാപ്പിയായ ഉസ്മാൻ ബിൻ ഹുനൈഫ് തങ്ങളെ തൊട്ടാണ് ഉദ്ധരിക്കുന്നത്. എന്താ പറയാനുള്ളത്? സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങളെ ഞാൻ കേട്ടു. അത്തരത്തിൽ കണ്ണ് കാഴ്ചയില്ലാത്ത ഒരാൾ വന്നിട്ടുണ്ട്. അയാൾ വന്നിട്ട് ഷക്കായിലേക്ക് ദഹാബ ബസരി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു ഒരാവലാദ്യമായി നബിന്റെ അടുത്ത് വന്ന് പറയാണ്. ആ സന്ദർഭത്തിൽ നബി ഞാൻ കേട്ട് വെക്കാല. അപ്പൊ നബി തങ്ങളോട് ഇയാൾ പറയാണ്, യാ റസൂലുള്ളാഹി നബിയെ, എനിക്ക് കൈ പിടിച്ചു പോകാൻ പറ്റുന്ന സഹായം എനിക്കില്ല. എന്റെ പേരില് ഭയങ്കര വിഷമാവസ്ഥയാണ്, ഞാൻ എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പ നബി പറയുകയാണ്, വീട്ടിൽ നിങ്ങളാത്ത ഒന്നുണ്ടാക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ തടാകത്തിന്റെ അടുത്തേക്ക് നീ ചെല്ലും. അഥവാ നീ ഒന്നുണ്ടാക്കിക്കോ. പിന്നെ 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നീട് നീ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ബിനബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യിർ റഹ്മത്തി യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ഫയുജ്ലി ലി അൻ ബസരി അല്ലാഹു സഫിഹു ബിയ വസഫിനി ബി നഫ്സി. ഇതാർന്നോ നബിയോട് വന്ന് ആവലാതി പറഞ്ഞു. അതിന്റെ മാർഗം പറഞ്ഞു, തൊന്നുണ്ടാക്കി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് തവസ്സുൽ കാഴ്ചോ, എന്നെ തവസ്സുലാക്കി പ്രാർത്ഥിച്ചോന്നാണ്. അല്ലാഹുവേ, നിശ്ചയം നിന്നോട് ഞാൻ ചോദിക്കുന്നു, എന്നിലേക്ക് ഞാൻ നിന്റെ നബിയായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ കൊണ്ട് നേരിടുകയാണ്. റഹ്മത്തിന്റെ പ്രവാചകനാണ്. ഞാൻ മുഹമ്മദ് നബിയെ, നിങ്ങളെ കൊണ്ട് ഇതാ ഞാൻ എന്റെ റബ്ബിലേക്ക് ഇതാ നേരിടുകയാണ്. എന്റെ കാഴ്ച, ആ കാഴ്ചയെ തൊട്ട് എന്റെ റബ്ബിലേക്ക് തെളിച്ചം വെച്ച് തരണം. അള്ളാഹുവേ, നബിയെ നീ എന്നെ ശുപാർശകനാക്കും. എന്റെ നഫ്സിനായിട്ട് നബി ചെയ്യുന്ന ശുപാർശനെ സ്വീകരിക്കുകയും ചെയ്യും നബി. അള്ളാഹുവേ എന്നാ പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഉസ്മാൻ എന്നവര് പറയാണ്, വല്ലാഹി മാ തഫറഖ്നാ വലാ ത്വാല ഹദീസ്, ഞങ്ങൾ അവിടുന്ന് പോയിട്ടുമില്ല, ഹദീസ് വർത്തമാനം നീണ്ടിട്ടുമില്ല. നബി പറഞ്ഞു കൊടുത്തു. അപ്പൊ തന്നെ താദഖല റജുലു വകാനഹു യതബയ്യൻ ബി മുർറഖത്ത്, അയാൾ വന്ന് അങ്ങനെ ചെയ്തു. ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. സമയം ദീർഘമായിട്ടൊന്നുമില്ല. പക്ഷേ പിന്നീട് അയാൾ വന്നു നോക്കുമ്പോൾ ഒരു പ്രയാസം അയാൾക്കില്ല. ആ രൂപത്തിൽ ആ കാണുന്നത്. ഇത് എന്തുകൊണ്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഹബീബായ നബി തങ്ങളോട് വന്ന് ആവലാതി പറഞ്ഞു. നബി തങ്ങൾ അതിന് തവസ്സിന്റെ മാർഗം പറഞ്ഞെടുത്ത് തേടി. അപ്പൊ നബിയെ തേടിയത് കിട്ടിയതാണ്. ഇനി അഖ്ബർന അബുൽ മആലി അബ്ദുറഹ്മാൻ ബിൻ അലി തങ്ങള് വേറൊരു വഴി അനി ഷൈഖൈനി അബി ത്വാഹിർ അഹ്മദ് ബിൻ മുഹമ്മദ് അബിൽ അലായി മുഹമ്മദ് ജാഫർ തുടങ്ങിയിട്ട് അങ്ങനെ ആ റിപ്പോർട്ട് പോകുന്നത് ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹുവിലേക്ക് എത്തുന്നു. വേറെ വഴിക്കത് അവിടെ കാണുന്നത് അന്ന റജുലുൻ അഅ്മഅത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ അടുത്ത് കണ്ണ് കാണാത്ത ഒരു കുരുടനായ ഒരാൾ വന്നു. എന്നിട്ട് ഖാല യാ റസൂലല്ലാഹ് ഇന്നി ഉസ്ബിതു ഫി ബസരി ഫദുല്ലാഹി ലീന. അയാൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞു, നബിയെ, എന്റെ കാഴ്ചയിൽ ആകെ മുസീബത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഖാലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് പരിഹാരമായി നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, തവല്ലഉ വസല്ലി റക്അത്തൈനി, നീ ഒന്നുണ്ടാക്കിക്കോ, 2 റക്അത്ത് നിസ്കരിച്ച് ചെയ്തതാണ്. എന്നിട്ട് സുമ്മഖുൽ, പിന്നെ നീ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മത്തി യാ മുഹമ്മദ് ഇന്നി അതശഫഉ ബിക ഫി റദ്ദി ബസരി അല്ലാഹുമ്മ സഫി നബിയി ഫിയ്യ എന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് ഇതാ ചോദിക്കുകയാണ്, നിന്നിലേക്ക് ഞാൻ നബിയെ കൊണ്ട് നേരിടുകയാണ്. നബിയെ, ഞാൻ നിങ്ങളെ കൊണ്ട് എന്റെ കാഴ്ച തിരിച്ചു കിട്ടുവാനൊരു സഹായം തേടുന്നു. അള്ളാഹുവെ, നബിയെ എന്നിൽ ശുപാർശകനാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതായിരുന്നു. അങ്ങനെ കാലം അദ്ദേഹം പറയാണ്, വൈകാലത്തിലൊക്കെ ഹാജത്ത് അല്ല, നബി പറഞ്ഞു, വൈകാലത്തിലൊക്കെ ഹാജത്തും വക്കൽ ദാലിക്ക, വല്ല ആവശ്യർക്ക് നേരിടുകയാണെങ്കിൽ ഇത് ചെയ്താൽ മതി. അപ്പൊ നമുക്കൊക്കെ വല്ല പ്രയാസവും ഉണ്ടാവും, അപ്പൊ ഇത് ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. ഖാലഫർ അദ്ദല്ലാഹു അസ്സ വജല്ല അലൈഹി ബസർ, അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തിരിച്ചു കൊടുത്തു. അപ്പൊ എന്താണ് ഈ 2 സംഭവം മനസ്സിലാക്കുന്നത്? 2 റിപ്പോർട്ടിലും കിട്ടിയത് നബിയോട് തേടി, നബി തേടാൻ പഠിപ്പിച്ചു, മര്യാദ പറഞ്ഞു കൊടുത്തു, തവസ്സുലാക്കി കണ്ണിന്റെ കാഴ്ച തിരിച്ചിട്ടി. അവ നബിക്ക് അതിന് പറ്റും.
അഖ്റജൽ ഇമാമാൻ ബൈഹഖി ഇബ്നു ഷാഹിദ് എന്ന് പറയുന്ന ആളാണ് ഇത് റിപ്പോർട്ട് ചെയ്ത രണ്ടുപേര്. ഈ ദലായിലിഹിമ അവർ രണ്ടുപേരുടെ ദലായിൽ കദാലിക അതേപോലെ തന്നെ. ഇനി അഖ്റജഹു നസായി ബിൻ അബി ഉസ്മാൻ ബിൻ ഹുനൈഫ് അദക്കറുഹു. നസായി ഇമാമും ഈ ഉസ്മാൻ ബിൻ ഹുനൈഫ് എന്ന് പറയുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഅഖ്റജഹു തുർമുദി ബിൻ അബി ഉസ്മാൻ ബിൻ ഹുനൈഫ് അയ്ദൻ ഖാല ബി അദാ അസ്റുൻ സയ്യിദ് വലീദ്. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട തുർമുദി ഇമാം തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഈ വൈക്കൊക്കെ തുർമുദി ഇമാമും നസായി ഇമാമും ബൈഹഖി ഇബ്നു ഷാഹിദ് പോലത്തൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബലാബലമുള്ള ഹദീസാണ്. തുർമുദി ഇമാമാണ് പറഞ്ഞത് ഹദീസിന്റെ ഹസനും സഹീഹ് രണ്ട് ദോഷമില്ല. സഹീഹുമാണ് ഹസനുമാണെന്ന് പറയുന്നു. പിന്നെ ഗരീബ് എന്ന് പറയുന്നുണ്ട്. വഖദ് സക്കാ ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തു മിൻ അസ്ഹാബി വജഅ അയ്യുനിഹിം വസഹു ബിരിഖി വനഫസിഹി. നബിന്റെ അടുത്തേക്ക് വന്നു ഒരു സംഘം വന്നു, സഹാബാക്കളാണ്. വന്നിട്ട് എന്ത് പറഞ്ഞു? കണ്ണിന്റെ സോക്കേണ്ട വേദന, കണ്ണുവേദന പറഞ്ഞു. അങ്ങനെ നബിന്റെ തുപ്പുനീര് കൊണ്ടും നബി ഊതിയത് കൊണ്ടും അവർ തെളിച്ചമുള്ളവരായി മടങ്ങിപ്പോയി. ജാഇലി ഖത്താദത്തു റളിയല്ലാഹു അൻഹു വഖദ് വഖഅത് ഐനു അലാ വജ്നതിഹി ഫറദ്ദഹ സല്ലല്ലാഹു അലൈഹി വസല്ലം വകാനത്ത് അഹ്സന ഐനൈഹി. നബിന്റെ അടുത്ത് ഖത്താദ റളിയല്ലാഹു അൻഹു വന്നു. വന്നു നോക്കുമ്പോ മഹാന്റെ കണ്ണെങ്ങനെയാ മുഖത്തിലൂടെ വരുന്നത്, മുഖത്തിന്റെ ഭാഗത്തുള്ള തീഞ്ഞ് ഉറങ്ങി കണ്ണിന്റെ ഭാഗത്ത് നിന്ന് പോന്നിരിക്കുന്നു, വലിച്ചിറങ്ങുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കണ്ണ് തിരിച്ചവിടെ വെച്ചു. നല്ല സുഗന്ധം, നല്ല സുന്ദരമായ സ്വർക്കുള്ള കണ്ണായി മാറിയില്ല. നബി അവിടെ കൈകൊണ്ട് തടവിക്കിട്ട് നബിന്റെ മുന്നിൽ ആ പരിഹാരം തേടിയത്. അള്ളാഹ് ചെയ്യാൻ കഴിയുന്ന പണിയാണത്. അത് നബിക്ക് അള്ളാഹ് കൊടുത്തു, അത് കിട്ടി. ഫുവൈഖ് എന്ന് പറയുന്ന മഹാന്റെ കണ്ണിൽ അള്ളാഹുവിന്റെ റസൂൽ ഊതിക്കൊടുത്തു. എപ്പോ? ലമ്മ ബിയള്ളത്ത് അയിന, കണ്ണിന് തിമിരം ബാധിച്ചു. തിമിരം ബാധിച്ച കണ്ണ് കാണൂല, ആ കണ്ണുമായിട്ടാ വന്നത്. നബി ഊതിക്കൊടുത്തു. അക്കാലായ ബിഹിമാഷൻ, ആ രണ്ട് കണ്ണും ഇവർക്ക് ഒരിക്കലും കാഴ്ച ഉണ്ടായിരുന്നില്ല. കാരണം ബാധതാലിക്ക് യുദ്സുൽ ഖൈത്തബിൻ ലിബിറത്തിന് സമാൻ 80 വയസ്സ് പ്രായമുണ്ട്. ആ സമയത്തും സൂചി നൂല് കോൽക്കുന്ന രീതിയിൽ റസൂലുള്ളാഹിന്റെ ഊത്തിന് ശേഷം ആ കാഴ്ച തിരിച്ചു കിട്ടിയതാണ്. അതാണ് നബി ഉണ്ടെങ്കിൽ അപ്പൊ നബിനെ കൊണ്ട് തവസ്സുൽ ചെയ്യാം. അലി റളിയല്ലാഹു തആല അൻഹു അർമദു ഫഖദ് അസബ ഐനൈഹി ബിസുഖത്തി ബുർദിൻ ഖിത്രിയൻ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലക ഖാല റമിത്തൂറ. നബിന്റെ അടുത്തേക്ക് അലിയാർ തങ്ങൾ വരുന്നു. അലിയാർ തങ്ങൾ ചെങ്കണ്ണ് രോഗിയാണ്. അവിടുത്തെ രണ്ട് കണ്ണിനെ ഒരു പുതപ്പിന്റെ കഷ്ണം കൊണ്ട് കെട്ടിയിട്ടാ വന്നിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ല അലിയാരെ എന്ത് പറ്റിയും? അപ്പൊ അലിയാർ തങ്ങൾ കൊടുത്ത മറുപടി, എന്റെ കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ട്, എനിക്ക് അല്ല ചെങ്കണ്ണ് രോഗമാണ് എന്ന് പറഞ്ഞു. അവ കാല ഒതുമിന്നി, എന്റെ അടുത്തേക്ക് വാന്ന് അലിയാർ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു. ആ തഫരവി അയിനേരി നബി തങ്ങൾ കണ്ണു കൊടുത്ത് ഉപ്പണ് കൊടുത്തു. സമാ വജിഅഹി സബീലിഹി, പിന്നീട് മഹാൻ അവളെ കണ്ണിന് വേദന ഉണ്ടായിട്ടേ ഇല്ലാന്ന് അദ്ദേഹം കൈ മരിക്കുന്നവരെ. അക്കാല അലി റളിയല്ലാഹു അൻഹു വഅദാലിക യഖൂലു, നബി തങ്ങൾ കണ്ണിൽ ഊതി തുപ്പിയ ശേഷം മഹാനവറുകൾ പറയുമായിരുന്നു, മാ റമിത്തു വലാ സുദിഅത്തു, എനിക്ക് കണ്ണുവേദന കണ്ണു രോഗം ഉണ്ടായിട്ടില്ല, വലാ സുദിഅത്തു, എനിക്ക് നെഞ്ച് തലവേദന ഉണ്ടായിട്ടില്ല, ഖൈബർ ദിനം മുതൽ ഉണ്ടായിട്ടേ ഇല്ലാതെ. ഈ വിഷയത്തിൽ യഖൂലു സാലിഹു സാഫിഈ ഫീമാ അൻസദന, സാഫി മദ്ഹബുകാരനായിരിക്കുന്ന സാലിഹ് എന്നവരെ നമുക്ക് പാട്ടുപാടിത്തരുന്നതിന് പറയുകയുണ്ടായി. എന്റെ കണ്ണ് മൊത്തത്തിൽ ഞാൻ ആകെ ക്ഷീണിച്ചെന്റെ കണ്ണാകെ തളർന്നു പോയിരുന്നു. അതിന്റെ ശേഷം മുത്തനബി തങ്ങൾ എന്റെ കണ്ണ് മൊത്തത്തിൽ തിരിച്ചു വന്നു. ആ റഹ്മാനായ തമ്പുരാൻ പുതിയൊരു പ്രകാശം ആ കണ്ണിൽ പൊതിഞ്ഞു വന്നു. അങ്ങനെ അലിയാർ തങ്ങൾ ഖൈബർ ദിനത്തിൽ നല്ല ചെങ്കണ്ണ് രോഗിയായിരുന്നു. പിന്നീട് മഹാനവറുകൾ മുത്തനബി തങ്ങൾ അലിയാർ തങ്ങളെ തുപ്പുനീര് കൊണ്ട് തേച്ചോടം മുതൽ പുരട്ടിയോടം മുതൽ ഒരിക്കലും എന്റെ കണ്ണ് ചെങ്കണ്ണ് രോഗം മടങ്ങി വന്നിട്ടില്ല എന്നൊരു ഈ ഹദീസിൽ പറഞ്ഞ ഒരു കഥ പാട്ടിലൂടെയായിട്ട് സാലിഹ് സാബ് എന്ന് പറയുന്നത് പാടിയിട്ടുണ്ട്. سمعت منصور بن سليم الصابي رحمه الله يقول
മൻസൂർ എന്നവർ പറയാൻ കേട്ടു എന്ന് പറയുകയാണ്. എന്താണ് സമയത്ത് അബൽ ഹുസൈൻ ഹസൻ ഇസ്മായിൽ എന്ന് പറയുന്ന ആളെ തൊട്ട് ഇങ്ങനെ പോന്നിട്ട് മുഹമ്മദ് മുബാറക്കിൽ അറബി തങ്ങൾ പറയാണ് കാന അലിയു അബുൽ ബിഹർ മരീൽ ബസർ. അലി എന്ന് പറഞ്ഞ അബുൽ ബിഹർ മരീൽ ബസർ കണ്ണ് കാഴ്ചയില്ലാത്ത ആളായിരുന്നു അലിയാർ തങ്ങൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനാമി ഉറക്കിൽ നബിയുടെ സ്വപ്നം കാണുകയാണ്. അമറയതുൽ കരീമാലായിലിഹി അദ്ദേഹത്തിന്റെ കണ്ണിന്റെ മുകളിലൂടെ പരിശുദ്ധമായി കൈ ഇങ്ങനെ നടത്തി. നേരം പുലർന്ന് നോക്കുമ്പോ അദ്ദേഹം കണ്ണിന് കാഴ്ച കിട്ടിയ ആളായി മാറി. സ്വപ്നത്തിൽ വരും. അപ്പൊ നബിനെ മുറുകെ പിടിച്ചാൽ ചികിത്സിക്കും നബിതങ്ങൾ സഹായം കിട്ടും. ഈ സമയത്ത് ഷെയ്ഖ് അബുൽ ഖാസിമിന് യൂസുഫുൽ ഇസ്കന്ദരി പോലും കാരണ സാഹിബ് ഫാമിയ അലി വലം നജിദുലഹു ദവാ. അബുൽ ഖാസിം എന്നവർ പറയാ ഞങ്ങൾക്കൊരു കൂട്ടുകാരുണ്ട്, അയാൾ കണ്ടു കാണാത്ത ഒരാളായിരുന്നു. ഡോക്ടർമാർ മുഴുവനും സമ്മേളിച്ചിട്ട് പറഞ്ഞത് ഇതിന് ചികിത്സ അല്ല എന്നാണ്. അപ്പൊ ഡോക്ടർമാർ വരെ മടക്കി വിട്ട കണ്ട. അങ്ങനെ കാലലി അദ്ദേഹം എന്നോട് പറയാണ് പറയായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി. അങ്ങനെ ഞാനെന്തായി ഉറക്കിൽ നബിതങ്ങളെ കണ്ടു. ഹസ്സബത്ത് ബി നബിനെ കൊണ്ട് ഞാൻ എന്തായി വേണ്ടതുപോലൊക്കെ നബിനെ മുറുകെ പിടിച്ചു. അപ്പൊ കാലി അപ്പൊ നബിതങ്ങൾ പറയത്തു പിസ്രു നീ കാണും കാഴ്ച ഉള്ളവനാകുന്നു. അസ്തൈഖൽതു ഞാനങ്ങനെ ഉണർന്നു. നോക്കുമ്പോ തുമ്മഅഖംതു 15 യൗമൻ പിന്നീട് 15 ദിവസം ഞാൻ താമസിച്ചു. പ്രായത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ താനിയ രണ്ടാമത്തെ വട്ടം നബിതങ്ങളെ സ്വപ്നം കണ്ടു. ഫഖുൽതു അദക യാ റസൂലല്ലാഹ്. അപ്പൊ നബി എന്നോട് വാഗ്ദാനം ചെയ്ത് ആ സംഗതി ഇപ്പൊ ഇവിടെ കാണുന്നില്ലല്ലോ, കാഴ്ച കിട്ടിയില്ലല്ലോ എന്നാ. കാണുന്ന വർണ്ണം അപ്പൊ കാണാത്തതിന് ഇനി എന്താ മാർഗം, ചികിത്സ ഉണ്ടാവുമല്ലോ. അപ്പൊ രണ്ടാമതും കണ്ടപ്പോ നബിനോട് ചോദിച്ചു. അപ്പൊ കാലി അപ്പൊ നബി എന്നോട് പറഞ്ഞു കുറുനരിയുടെ കയ്പും കംഫദിന്റെ രക്തവും ഇത് രണ്ടും കൂട്ടിക്കൊണ്ട് സുറുമട്ടളാറുന്നു. ഫസ്തൈഖൽതു ഞാനെന്തായി ഉണർന്നു. വാസ്മഅതു നേലം പറന്നു. ഫഅഖൽതു കുംഫുദൻ വദബഹതു വഅഖൽതു മിൻ ദമി ഫഅഖൽതു മറാറത്ത സൈലബി. കുറുനരിയുടെ കയ്പും ഞാൻ പിടിച്ചെടുത്തു, കുംഫുദൻ എന്ന് പറയും സാധനം പിടിച്ചിട്ടുണ്ട്, അറുത്തു രക്തം പുരട്ടി കൂട്ടു. അങ്ങനെ അതുകൊണ്ട് ഞാൻ സുറുമയിരി. പറആയിത്തുന്നൂറൽ വഖത്തി അപ്പ തന്നെ കണ്ണിലെ പ്രഭ ഞാൻ കണ്ടു. പറആയിത്തു ഐനഹു സഹീഖത്തൻ കഅന്നഹു ലം യകുൻ ബി മുർഖത്ത്. കഥ വിവരിച്ചു തരുന്ന മഹാൻ പറയാണ് അബുൽ ഖാസിം എന്നവര്. പിന്നീട് ഞാൻ അയാളെ കണ്ടുനോക്കുമ്പോ അയാളെ കണ്ണിന് ഒരു കേടുമില്ല, ഒരു പ്രയാസമില്ല. ആ വിധത്തിൽ അയാളെ കണ്ണ് ഞാൻ കണ്ടു. ഇത് കിട്ടിയത് സ്വപ്നത്തിലൂടെ റസൂലുള്ളാഹി കാണിച്ചു കൊടുത്ത ചികിത്സ ചെയ്തു. ആ ചികിത്സ പ്രകാരമാണ് ഇത് കിട്ടിയത്.